ഹാ ഗായ്സ്, നമസ്കാരം. ഞാനിപ്പോൾ നിങ്ങളുടെ ഒരു കാര്യം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണേ. അത് ഇപ്പോൾ ഈ IFAയുടെ ഒരു ഒബ്രാമോളിൽ നടന്ന ഒരു മോഡൽ ഷോയ്ക്ക് ഞാനും ഗസ്റ്റായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും ഗസ്റ്റായിരുന്നു. അപ്പോൾ അവിടുത്തെ ഗസ്റ്റായിരുന്നു ഈ ദീപ്തി കല്യാണി, പിന്നെ ഈ ശ്രീലക്ഷ്മി മുതലായവരും എന്നെപ്പോലെ തന്നെ അവിടുത്തെയും ഗസ്റ്റായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ അമ്മയുണ്ടായിരുന്നു. എൻ്റെ അമ്മ പ്രായമായ സ്ത്രീയാണ്. അപ്പം ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ കാരണം എൻ്റെ അടുത്ത് എൻ്റെ അമ്മ ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ എന്നോട് അമ്മ അത് പറഞ്ഞിരുന്നു ഒരു കാര്യം. പക്ഷെ ഞാൻ അത്രത്തോളം അത് അത്ര വലിയ കാര്യമാക്കി ഓക്കെ അമ്മ അതിനും ആൻസർ ചെയ്തല്ലോ എന്ന് പറഞ്ഞ് ഞാൻ വിട്ടു. പക്ഷേ ഇപ്പോൾ വെറൈറ്റി മീഡിയയിൽ ആ കാര്യം ക്ലിയറായിട്ട് ആ വീഡിയോ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഒന്ന് അതിൻ്റെ എക്സ്പ്ലനേഷൻ തരാം. ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടോ. ദീപ്തി കല്യാണിയും മറ്റേ ശ്രീലക്ഷ്മിയും കൂടെ ഇപ്പുറത്തെ സൈഡ്, അതായത് ഇപ്പുറത്തെ ഭാഗത്ത് ഇരുന്നിട്ട് അവർ ഈ ആൾക്കാരിയ്ക്കുന്ന ഇടയിലേക്ക് വന്ന് തള്ളിക്കയറുവാണ്. നോക്കോ, നന്നായിട്ട് ഇരുന്നിടത്ത് നിന്ന് എണീറ്റ് വന്നിട്ട് അത് തൊട്ടടുത്തൊരു മഞ്ഞ സാരി എടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ അമ്മയാണ്. പ്രായമായ രണ്ട് അമ്മ, അതിൻ്റെ ഇപ്പുറത്ത് ചുരിദാട്ടൊരു അമ്മയുണ്ട്. ഇവർ രണ്ടുപേരും ഇടയ്ക്ക് ഇവരുടെ മറ്റു ടീമുകൾ ഇരിക്കുന്നുണ്ട്. അപ്പുറത്തുനിന്ന് കുറേ നേരം ഇരുന്ന് മീഡിയക്കാർക്കൊക്കെ കുരിഞ്ഞു ഇരുന്നും ഒക്കെ പോസ് ചെയ്ത് കൊടുത്തിട്ട് ഇപ്പുറത്തേക്ക് വന്നിട്ട് ആ പ്രായമായ സ്ത്രീയായ എൻ്റെ അമ്മയോട് പറയണേ അവിടുന്ന് എണ്ണീറ്റ് നീങ്ങി കൊടുക്കാൻ മറ്റവൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അമ്മ പറഞ്ഞു, ഇത് അപ്പുറത്തെ സ്ഥലം ഉണ്ടല്ലോ, നിങ്ങൾ അങ്ങോട്ട് പോയി ഇരിക്കുന്നത്. ഇതാണോ ഇവരുടെ മര്യാദ? നിങ്ങൾ തന്നെ പറ. ഇവരവിടെ ഇരുന്ന് അപ്പുറത്തെ ഭാഗത്തിരുന്ന് ഈ കണ്ട ഷോ എല്ലാം കാണിച്ചിട്ട് ഇപ്പുറത്തേക്ക് എണ്ണീറ്റ് വന്ന് ഇപ്പുറത്തെ ഭാഗത്തുള്ള മീഡിയക്കാർക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് പ്രായമായ സ്ത്രീകളോട് അതിലൊരമ്മ ഇങ്ങോട്ട് നീങ്ങിയിരുന്നു. എൻ്റെ അമ്മ എനിക്കിപ്പോൾ മെറ്റവൊക്കെ ഇരിക്കണം, ശ്രീലക്ഷ്മിക്ക് ഇരിക്കണം, അതിന് വേണ്ടിയിട്ട് എൻ്റെ അമ്മയോട് പറയാം എണ്ണീറ്റ് അപ്പുറത്തോട്ട് ഇരിക്കാമെന്ന്. അതാണോ മര്യാദ? നിങ്ങൾ പറ. എന്നിട്ട് ഈ വെറൈറ്റി മീഡിയക്കാർ കൊടുത്തിരിക്കുന്നുണ്ടോ, സ്റ്റേജിൽ നിന്നും ഇറങ്ങി വീഴാതെ വരുന്ന താരങ്ങളെ മനസ്സിലായോന്ന്. താരങ്ങളെ മനസ്സിലായി. ആ താരങ്ങൾ എൻ്റെ കൂടെ വന്ന താരങ്ങൾ തന്നെയാണല്ലോ. ഇവർ എവിടുത്തെ താരങ്ങളാണ് അതൊന്ന് പറയാവോ വെറൈറ്റി മീഡിയ? കണ്ടെടുത്ത് കിടന്ന് റീൽസും ചെയ്തും മുലയും തലയും കാണിച്ച് നടത്തിയ താരങ്ങളല്ലേ ഇവരേതെങ്കിലും ഒരു സിനിമയിൽ അഭിനയിച്ച് കഴിവ് തെളിയിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇവർക്ക് കലാപരമായിട്ട് എന്തെങ്കിലും കഴിവുണ്ടോ? മോഡലിംഗ് രംഗത്ത് ചിലപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടാവാം, ഓക്കെ, അതും മോഡലിംഗ് പ്രൊഫഷനായിട്ടുള്ളതാണ്. അല്ല താരങ്ങൾ അവിടുന്ന് എണ്ണീറ്റ് ഒന്ന് ഇപ്പുറത്തിരിക്കുന്ന വയസ്സായ സ്ത്രീകളെ ശല്യം ചെയ്യാൻ വന്നവരാണ് ഇവര്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാനും കൂടി പങ്കെടുത്തൊരു ഷോയാണത്. എൻ്റെ അമ്മയോടാണ് പറഞ്ഞത് എണ്ണീറ്റ് മാറിയിരിക്കാൻ. ഇവര് അങ്ങനെയാണോ പറയണ്ട? വയസ്സായ ഒരു സ്ത്രീയെ അവിടുന്ന് എണ്ണിപ്പിച്ച് മാറ്റിയിരുത്തിയിട്ടാണോ ഇവരവിടെ ആധിപത്യം സ്ഥാപിക്കുക? അല്ലെങ്കിൽ ഇവർക്ക് സീറ്റ് ഇല്ലാഞ്ഞിട്ടാണോ? ഇവർ അപ്പുറത്തെ ഭാഗത്ത് നന്നായിട്ട് ഇരുന്ന ആൾക്കാർ ഇപ്പുറത്തേക്ക് വന്നിട്ട് വയസ്സായ സ്ത്രീകളെ എണ്ണിപ്പിച്ചിരുത്തി ഫ്രണ്ടിൽ നിൽക്കുന്ന മീഡിയക്കാർക്ക് അവരുടെ അവയവങ്ങൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന സീനാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്നിട്ട് വെറൈറ്റി മീഡിയ ഇട്ടിരിക്കുന്നുണ്ടോ വീഴാതെ വരാൻ നോക്കിയ താരങ്ങളെന്ന്. എന്താ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വീഴാതെ നടന്നു വരുന്ന താരങ്ങളെ മനസ്സിലായോന്ന്, ഇതാണ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. സത്യത്തിൽ അപ്പുറത്തിരുന്ന ആൾക്കാരാണ്. ഞാൻ അവിടെ ഇരുന്നിട്ട് സ്റ്റേജിലേക്ക് വിളിച്ചപ്പോൾ പോയതാണ് ഗൈസ്. എൻ്റെ അമ്മയെടുത്ത് ഞാൻ ഇരുന്നിട്ട് സ്റ്റേജിലേക്ക് വിളിച്ചപ്പം ഞാൻ അങ്ങോട്ട് പോയതാണ്. അപ്പൊ അവിടെ അത്രയും വിശാലമായി നല്ല രീതിയിൽ ഇരുന്നിട്ടാണ് ഇവർ ഇപ്പുറത്ത് വന്നിട്ട് ഈ പ്രായമായ സ്ത്രീകളെ ശല്യം ചെയ്യുന്നത്. അപ്പൊ ഇവർക്ക് എന്ത് കോട്ടായത്രങ്ങൾ കാണിച്ചാലും ഇവരെ ഇത്തരത്തിൽ സപ്പോർട്ട് ചെയ്യാൻ കുറെ മീഡിയക്കാരും അല്ലെങ്കിൽ അവർ ഇരുന്നിടത്ത് എന്തായിരുന്നു പ്രശ്നം? ഈ പ്രായമായ അമ്മ എണ്ണിപ്പിച്ച് മാറ്റിയിട്ട് വേണോ ഇവർക്ക് അവരുടെ അടിസ്ഥാനം ഉറപ്പിക്കാൻ? ആണോ? പക്ഷെ അമ്മ അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, മോളെ ഇങ്ങനെ ഉണ്ടായി സംഭവം, ഞാൻ എണ്ണീറ്റ് കൊടുത്തില്ല, എനിക്ക് ഒന്നാമത് എണ്ണിക്കാൻ പറ്റിയില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്ന് പോവാൻ നേരത്താണ് എൻ്റെ അമ്മയെ പതുക്കെ, അത് അന്നേരം ശ്രീലക്ഷ്മി ഇങ്ങനെ നോക്കുന്നത്. അപ്പോഴാണ് ശ്രീലക്ഷ്മി ഇങ്ങനെ നോക്കുന്നത് എൻ്റെ അമ്മയാണോ? വയസ്സായ രണ്ട് സ്ത്രീകൾ ഇരിക്കുമ്പോൾ അവരെ എണ്ണീറ്റ് മാറ്റിയിട്ട് ഇവളുമാർക്ക് അവിടെ സ്ഥാനം ഉറപ്പിക്കണം. ഇരുന്നിടത്തുനിന്ന് എണ്ണീറ്റ് വന്നിട്ടാണ് ഈ വേഷം കെട്ടൽ കാണിക്കുന്നത്. ഇവരൊക്കെ എന്ത് ഇൻഫ്ലുവൻസറാണ്? സമൂഹത്തിൽ ഇവർ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? നിങ്ങൾ തന്നെ പറയൂ. ഇവർ ഈ ശ്രീലക്ഷ്മിയും ഈ ദീപ്തി കല്യാണിയൊക്കെ എന്ത് മെസ്സേജാ സമൂഹത്ത് കൊടുക്കുന്നത്? ഈ സിലിക്കോൺ മുല പിറ്റിയത കാര്യങ്ങളും ഈ മറ്റു കാര്യങ്ങളൊക്കെയാണോ ഈ സമൂഹത്തിൽ കൊടുക്കുന്നത്? അല്ലെങ്കിൽ അത്രയാണ് ഇച്ചിരി ഒരു ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യാൻ എന്തായിരുന്നു? ഒരു വയസ്സ് ഞാൻ ഇരിക്കാൻ പോയപ്പോൾ ഒരു അമ്മ എണീറ്റപ്പോൾ ഞാൻ വേണ്ട അമ്മയെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് എണീറ്റ് മാറിയിട്ട് വേറെ ഭാഗത്തേക്ക് പോയതാണ്. ഞാൻ അത്രയും വയസ്സായ ആൾക്കാർക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്നതാണ്. അത് എൻ്റെ അമ്മയ്ക്ക് നല്ല ഏതൊരു സ്ത്രീകൾക്കും. അവരെ എണ്ണിപ്പിച്ചിർത്തിട്ട് ഞാൻ അവിടെ കയറി വലിയ ആൾ ചമ്മയാൻ നോക്കത്തില്ല. അത് നമുക്ക് ചേർന്ന സ്വഭാവമല്ല. ഇവരിനി എന്ത് തന്നെ ആയാലും ഞാൻ എൻ്റെ കൂടെ പ്ലാറ്റ്ഫോം പങ്കിട്ട ആൾക്കാരാണ് ഇവരൊക്കെ. നിങ്ങൾ ഇവർക്ക് എന്ത് പ്രയോറിറ്റിയാണ് ഉള്ളത്?
എന്ത് പ്രയോറിറ്റി? എന്നെ പോലൊരു ആള് തന്നെയാണ് ഇവരവിടെ. അല്ല, ഇവർക്ക് പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും അവിടെ ആരും പ്രത്യേകമായിട്ടൊന്നും കൊടുത്തിട്ടില്ല. എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ വിശാലമായി ഇരുന്നിടത്ത് നിന്ന് എണ്ണീറ്റ് വന്നിട്ടാണ് ഇപ്പുറത്തെ സൈഡിൽ വയസ്സെന്ന് ഇരിക്കുന്ന അമ്മമാരെ ശല്യം ചെയ്യുന്നത്. അവർ എണ്ണീറ്റ് കൊടുക്കാൻ ഈ 2 അപരാധങ്ങൾക്ക് അവിടെ വന്നിരിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ മനസ്സിലാക്കണം. അത് അവിടെ ഇരുന്ന് കുറെ മീഡിയക്കാർക്ക് ഫോക്കസ് ശരീരം മൊത്തം തള്ളിപ്പിടിച്ചും മുള്ളിപ്പിടിച്ചോ കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് ഇപ്പുറത്ത് വന്നിട്ട് അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന മീഡിയക്കാർക്ക് കൊടുക്കാനാണ് ഇത് രണ്ടും കൊണ്ട് എണ്ണീറ്റ് വന്ന് ഇപ്പുറത്തെ സൈഡിൽ വന്ന് ഈ അമ്മമാരെ പിടിച്ചു മാറ്റിയിട്ട് അവിടെ ഇരിക്കാൻ ശ്രമിക്കുന്നത്. അത് തെറ്റ് തന്നെയല്ലേ? നിങ്ങൾ തന്നെ പറ, തെറ്റ് തന്നെയല്ലേ? അങ്ങനെ ഉള്ളപ്പം അങ്ങനെ ഒരു റൂൾസ് ഒക്കെ എല്ലായിടത്തും ഉള്ളതാ. ഏതൊരു പൊതുസ്ഥാപനത്തിലായാലും ബസ്സിലായാലും എവിടെ പോയാലും അങ്ങനെ ഒരു റൂളുണ്ട്. പ്രായമാർക്കും കുട്ടികൾക്കും ഗർഭിണികൾക്കും മുൻതൂക്കം കൊടുക്കണമെന്നും റെസ്പെക്ട് കൊടുക്കണമെന്നും ഇരുന്നിടത്ത് നിന്നിട്ട് കൊടുക്കണമെന്നും ഇന്ത്യൻ നിയമത്തിലെ എല്ലായിടത്തും ഇങ്ങനൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉള്ളപ്പോഴാണ് പ്രായമായ സ്ത്രീകളോട് എണ്ണീറ്റ് മാറാൻ ഈ 2 അപരാധങ്ങൾ വന്നിരുന്ന് പറയുന്നത്. സെലിബ്രിറ്റി എന്ന് പറഞ്ഞ് വന്നിട്ട് ഇങ്ങനെ അവരെ എണ്ണിപ്പിച്ച് മാറ്റിയിട്ട് കാലുറപ്പിച്ച് കാലുമേ കാലും കായും വെച്ച് തൊടയും മുലയും കാണിക്കാൻ വന്ന് ഇരിക്കാൻ നോക്കിയത് ഗൈസ്. ഇത് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. മനസ്സിലാക്കണം. നമ്മ ഇത്തരം ആറ്റിറ്റ്യൂഡായിട്ടിരിക്കുന്നവരെ ഒരിക്കലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇതൊന്നും ഈ മീഡിയക്കാർ എഴുതി വെച്ചിരിക്കുന്ന ടാഗ് കാര്യങ്ങളോ ഹാഷ്ടാഗോ ഒന്നുമല്ല അത് നടന്നത്. അത് നിങ്ങൾക്ക് വ്യക്തമായി കാണാം ആ വീഡിയോയിൽ. ആ വീഡിയോ ഞാൻ ഒന്നുകൂടെ കാണിക്കാം. കണ്ട, നടന്ന് 2 പേരും വരുവാണ്. സ്റ്റേജിൽ നിന്നല്ല ഇറങ്ങി വരുന്നത്, അപ്പുറത്തെ സൈഡിൽ നിന്നാണ് എണ്ണീറ്റ് വരുന്നത്. ഞാൻ അവിടെ ഉണ്ടായിരുന്ന ആളാണ്. എണ്ണീറ്റ് വന്നിട്ട് ഇതേ കണ്ടോ, ശ്രീലക്ഷ്മിയും ദീപ്തി കല്യാണിയും കൂടെ കണ്ട പ്രായ അമ്മയോട് നീങ്ങിയിരിക്കാൻ പറയുന്നു. എന്നിട്ട് ഇതേ മെറ്റവളെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് അമ്മയോട് എണ്ണീറ്റ് അപ്പുറത്തോട്ട് ഇരിക്കാൻ പറയുന്നു. അപ്പൊ അമ്മ പറയുന്നു അപ്പുറത്തേക്ക് പോയിരിക്കും, അവിടെ സ്ഥലമാണ്. എന്നിട്ട് തള്ളിപ്പിടിച്ച് ആ വയസ്സായ ആൾക്കാരുടെ ഇടയിലോട്ട് കയറി ഇരിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. എന്നിട്ട് പറഞ്ഞിരിക്കുന്ന ഹാഷ്ടാഗ് എന്താണ്? സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വീഴാതെ നടന്നു വരുന്ന താരങ്ങളെ കണ്ടോന്ന്. ഇവരെന്ത് താരങ്ങളാണ്? വയസ്സെന്ന സ്ത്രീകളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന താരങ്ങളാണോ? സത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി എഴുതൂ കേട്ടോ. അപ്പൊ ഇത്തരം ആറ്റിറ്റ്യൂഡുമായിട്ടൊന്നും ഒരു ഷോയിൽ വന്ന് വലിയ ആള് ചമയാൻ നിൽക്കരുത്. ഗസ്റ്റിന്റെ കൂടെ ആയാലും പല അമ്മയും അച്ഛനും ഒക്കെ വരും. അപ്പം പ്രായമായ ആൾക്കാർ വരും. അപ്പൊ അതുപോലുള്ള പ്രയോറിറ്റി എല്ലാവർക്കും കൊടുക്കാൻ നോക്കുക. അല്ലാതെ മുതിർന്ന ആൾക്കാരെ എണ്ണിപ്പിച്ച് മാറ്റിയിരുത്തിയിട്ട് നിന്റെ ഒന്നും അവിടെ നീയൊന്നും അവിടെ ഉറപ്പിച്ചിരിക്കാൻ ശ്രമിക്കരുത്. ഈ പറയുന്ന ഞാനായാലും ശ്രമിക്കില്ല. ഇനിയിപ്പോൾ ഞാൻ പോകുന്ന സമയത്ത് അവിടെ സീറ്റ് ഇല്ലെങ്കിൽ പോലും മറ്റുള്ളവർ എണ്ണീറ്റ് തരാൻ പോയാൽ പോലും ഞാനത് സമ്മതിക്കില്ല. നിങ്ങൾ ഇരുന്നു എന്ന് പറയും. പിന്നെ അതിൻ്റെ സംഘാടകർ വന്നിട്ടായിരിക്കാം നമുക്ക് സീറ്റ് റെഡിയാക്കി തരുന്നത്. അല്ലാതെ പ്രായമായ ആൾക്കാരെ മാറ്റി നിർത്തി നിങ്ങൾ എണീറ്റ് മാറെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ അഹങ്കാരത്തോട് പോയി അവിടെ ഇരിക്കാറില്ല. അതാണ് എൻ്റെ സ്വഭാവം. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് ഞാൻ പറയുന്നത് ശരിയോ തെറ്റോ എന്ന് നിങ്ങൾ തന്നെ പറ. ഇവർ ഈ കാണിച്ച വൃത്തികേട് ശരിയോ തെറ്റോ? പ്രായമായ സ്ത്രീകളെ എണീറ്റ് മാറ്റിയിട്ട് അവിടെ ഇരിക്കാൻ നോക്കിയത് ശരിയോ തെറ്റോ? തെറ്റ് തന്നെയല്ലേ? ഞാനും അവരോടൊപ്പം പോയ ഒരു സെലിബ്രിറ്റി ആയ ഒരു വ്യക്തി തന്നെയാണ്. ഞാനൊന്നും ഇത്ര ആറ്റിറ്റ്യൂഡ് ആരോടും കാണിക്കില്ല. അപ്പൊ ചോദിക്കും, ഞാൻ കാണിക്കുന്ന അത്ര ആറ്റിറ്റ്യൂഡ് അവരും കാണിക്കണോ എന്ന് നിർബന്ധം ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കില്ല. പക്ഷെ പ്രായമായ ആൾക്കാരെ ബഹുമാനിക്കണം എന്നുള്ളത് കമ്പൽസറി ആണ്. അവരെ എണ്ണിപ്പിക്കാൻ പാടില്ല എന്ന് ഇവിടെ നിയമത്തിലുണ്ട്. അത് ഇവർ പാലിച്ചേ പറ്റൂ. സമൂഹത്തിലും വലിയ സെലിബ്രിറ്റി ആണെന്നും പറഞ്ഞും വലിയ സോഷ്യൽ ഇൻഫ്ലുവൻസർ ആണെന്നൊക്കെ പറഞ്ഞു കുറേ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇവർ കീപ്പ് ചെയ്യേണ്ട, ഇവർ കാണിക്കേണ്ട ആറ്റിറ്റ്യൂഡുകളാണ് പ്രായമായ ആൾക്കാരെ ബഹുമാനിക്കുക എന്നുള്ളത്. അത് കാണിച്ചില്ലെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ വീഡിയോ ചെയ്ത് അവരുടെ ആറ്റിറ്റ്യൂഡിനെ പുറത്തു പറയാനുള്ള റൈറ്റ്സ് ഞങ്ങളെ പോലുള്ളവർക്ക് ഉണ്ട്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഗൈസ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഓക്കെ, അപ്പൊ വെറൈറ്റി മീഡിയക്കാരെ അവർ കാണിച്ചത് അവര് വീഴാതെ വരാൻ നോക്കിയതല്ല, വയസ്സായ അമ്മയെ പിടിച്ചു മാറ്റിയിട്ട് ഇരിക്കാൻ നോക്കിയതാണ്. അപ്പുറത്തെ ഭാഗത്ത് സ്റ്റേജിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് കുറേ നേരമായി അപ്പുറത്തെ ഭാഗത്ത് ഇരുന്ന ആൾക്കാരാണ്. എന്നിട്ട് ഇപ്പുറത്തേക്ക് വന്നിരുന്ന് മീഡിയക്കാർക്ക് മുലയും തലയും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തൊടയൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഇപ്പുറം വന്നിരിക്കുന്ന വയസ്സായ അമ്മമാരെ പിടിച്ചു മാറ്റി അവിടെ കയറി ഇരിക്കാൻ ശ്രമിച്ച വ്യക്തികളാണ് ഇവർ രണ്ടും. സത്യത്തിൽ ഇവർ കാണിച്ചത് ഒരു ക്രൈമാണ്. ഇതിൽ കേസെടുക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. പ്രായമായ സ്ത്രീകളെ ബുദ്ധിമുട്ടിച്ച് അവരുടെ അടുത്ത് നിന്ന് എണീറ്റ് മാറാൻ പറഞ്ഞതൊക്കെ ചെയ്തത് തെറ്റാണത്. അതും ഒരു ക്രൈമാണ്. അതും കൂടി മനസ്സിലാക്കുക. ഓക്കെ, അത് തെറ്റ് തന്നെയാണ്. വയസ്സായ സ്ത്രീകളെ ഒഴിവാക്കിയിട്ട് അവിടെ കയറി അവരുടെ സ്ഥാനം ഉറപ്പിച്ചിരുത്തുക എന്ന് പറഞ്ഞത് തെറ്റ് തന്നെയാണ്. കാരണം ഗസ്റ്റായ എൻ്റെ കൂടെ വന്നതാ എൻ്റെ അമ്മ. അപ്പൊ ഗസ്റ്റുകളുടെ കൂടെ അവരുടെ പാരന്റ്സും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അവരെ പിടിച്ചു മാറ്റാൻ ഒരു ഗസ്റ്റിനും റൈറ്റ്സ് ഇല്ല. അവർക്ക് ഇരിക്കാൻ സ്ഥലം ഇല്ലെന്നുണ്ടെങ്കിൽ അവര് വേണ്ടുന്ന ആൾക്കാരോട്, ആ പ്ലാറ്റ്ഫോമുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോട്
സംസാരിക്കുക. ഞാനിപ്പോൾ ഒരു ഷോയ്ക്ക് പോയി കഴിഞ്ഞാൽ എനിക്കിരിക്കാൻ സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ സ്ഥലം ശരിയാക്കി കൊടുക്കുക എന്നുള്ളത് IFE സംഘടന, IFE എന്നല്ല, ഏതൊരു ഫാഷൻ ഷോ നടത്തുന്നവരുടെ ഉത്തരവാദിത്തമാണ്. അത് അവർ ചെയ്തിരുന്നു. IFEക്കാർ ഓൾറെഡി ഇവർക്ക് ഇരിക്കാനുള്ള സ്ഥലവും സൗകര്യങ്ങളും എല്ലാം ഫിക്സ് ചെയ്ത് കൊടുത്തിരുന്നു. പക്ഷെ ഇവളുമാർക്ക് ഇങ്ങനെ ഓരോ തരത്തിലും ഓരോ ഷോയത്രം കാണിക്കാൻ, ആൾക്കാരുടെ മുന്നിൽ, മീഡിയക്കാരുടെ മുന്നിൽ പ്രഹസനം കാണിക്കാനും അവരുടെ ശരീരാവയവങ്ങൾ തുറന്നു കാണിക്കാനും വേണ്ടി ഓരോ സ്ഥലങ്ങൾ തെരഞ്ഞെടുത്തിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫാഷൻ ഷോയിൽ വന്ന അടങ്ങി ഒതുങ്ങിയിരുന്ന ആ ഒരു ഗസ്റ്റിന്റെ ക്രെഡിബിറ്റിൽ ഇരിക്കാതെ കിടന്നങ്ങ് പെരളുവാണ്. കാരണം വെച്ചാൽ അവിടെ കിടന്ന് മൊത്തം ഈ മീഡിയക്കാരെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ഇത്തരം ഷോയിലേക്ക് വരുന്നത്. അല്ലാതെ ഷോയിൽ വിളിച്ചിട്ട് ആ ഷോയിൽ വന്ന അന്തസ്സോടെ അഭിമാനത്തോടെ പെരുമാറിയിട്ട് പോകാൻ വേണ്ടിയിട്ടല്ല ഇവരാരും വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. കാരണം മീഡിയക്കാർ വന്നപ്പോൾ അവരിങ്ങനെ കുനിഞ്ഞിരുന്ന് കാണിക്കുകയും ചരിഞ്ഞിരുന്ന് കാണിക്കുകയും കാലുമൊക്കെ ഇരുന്ന് കാണിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത്തരം ശരീര ഭാഗങ്ങൾ മീഡിയക്കാർ വീഡിയോ പകർത്തി സമൂഹത്തിൽ ഇടുമ്പം ഇത് ജനങ്ങൾ ശ്രദ്ധിക്കുകയും ഇവർ വൈറലാകുകയും ചെയ്യും. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം സ്ത്രീകൾ ഈ പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലായി ഗൈസ്. ഞാൻ പോകുന്ന പല ഷോകളിലും പല മുതിർന്ന ആൾക്കാരും ചിലപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്നുണ്ടാവാം എന്ന് കരുതി ഞാൻ അവിടുത്തെ ഗസ്റ്റ് എന്ന് കരുതി ഞാൻ അവരുടെ അടുത്ത് ഡയറക്റ്റ് പോയിട്ട് പറയില്ല നിങ്ങൾ എണീറ്റ് മാറുന്നത്. എനിക്കത് പറയാൻ പറ്റില്ല, കാരണം അത് എൻ്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കും. അല്ലെങ്കിൽ ഞാനത് പറയുന്നത് തന്നെ തെറ്റാണ്. കാരണം എന്നെപ്പോലെ വിളിച്ചിട്ട് വന്ന ആൾക്കാർ തന്നെ ആയിരിക്കുമല്ലോ അവരും ആ പ്ലാറ്റ്ഫോമിൽ വളരെ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആയിരിക്കും. അവർ ഏത് രീതിയിൽ വന്നവരാണെന്ന് പോലും എനിക്കറിയാൻ പറ്റത്തില്ല. അന്നേരം ഞാൻ ചെന്നിട്ട് അവരുടെ അടുത്ത് എണീറ്റ് മാറുന്നു പറയുന്നത് ശരിയാണോ? അപ്പൊ ഇവർ ഈ ചെയ്തത് തെറ്റ് തന്നെയല്ലേ? എൻ്റെ കൂടെ വന്ന എൻ്റെ അമ്മയെ എണീറ്റ് മാറ്റിയിട്ട് ശ്രീലക്ഷ്മിക്ക് അതിൻ്റെ ഇടയിൽ ഞൂന്ന് കയറി ഇരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമല്ലേ? ഓപ്പോസിറ്റ് സൈഡിൽ അതിവിശാലമായി ഇരുന്ന ആൾക്കാരാണ് ഇവര്. അവിടെ എണീറ്റ് വന്ന് ഇപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്നവരെ ബുദ്ധിമുട്ടിച്ച് അവരുടെ കീഴിലോട്ട് നള്ളിക്കയറി ഇരുന്നിട്ട് ബാക്കിയുള്ള മീഡിയക്കാർക്കും കൂടി അവരുടെ ശരീരാവയവങ്ങൾ അവർ കാണിക്കുന്ന ചേഷ്ടകളെല്ലാം മീഡിയക്കാർ പകർത്തിയെടുക്കാൻ വേണ്ടി കാണിച്ച് വയസ്സായ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുകയാണ് അവർ ചെയ്തു കൂട്ടിയിരിക്കുന്നത്. ആ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇത് എൻ്റെ അമ്മ പറഞ്ഞപ്പോൾ എനിക്ക് അത്രയും ക്ലിയർ ആയില്ല. പക്ഷെ ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലായി. അതിനകത്ത് സംസാരിക്കുന്ന സീൻസ് തന്നെ ആ വീഡിയോയിൽ ഉണ്ട്. നിങ്ങൾ എടുത്തു നോക്കിയാൽ കാണാൻ പറ്റും. അതിൽ ദീപ്തി ചെന്നിട്ട് എൻ്റെ അമ്മയോട് നീങ്ങിയിരിക്കാൻ പറയുന്നു, എന്നിട്ട് കയറിയിരിക്കുന്നു. എന്നിട്ട് അമ്മയോട് അങ്ങോട്ട് എണീറ്റ് മാറി അപ്പുറത്തോട്ട് പോയിരിക്കാൻ പറയുന്നു. അപ്പം അമ്മ പറഞ്ഞു നിങ്ങൾ അപ്പുറത്തോട്ട് പോയി, അവിടെ സ്ഥലം ഉണ്ടല്ലോ, നിങ്ങൾ അങ്ങോട്ട് ഇരിക്കുന്നു പറയുന്നു. വയസ്സായ അമ്മ എണ്ണീറ്റ് കൊടുത്തിട്ട് വേണോ ഇവർക്ക് അവിടെ ഇരിക്കാൻ? ആണോ? അത് തെറ്റ് തന്നെയല്ലേ? അപ്പൊ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതാണോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത്? ഈ വയസ്സായ ആൾക്കാരെ ബഹുമാനിക്കണമെന്ന് എല്ലായിടത്തും റൂളുണ്ട്. ബസ്സിൽ ഒക്കെ എഴുതി വെച്ചിരിക്കുന്ന ഒരു നിയമമാണ്. മുതിർന്നവരെയും കൊച്ചുകുട്ടികളെയും ഗർഭിണികളെയും ബഹുമാനിക്കുക, അവർക്ക് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുക എന്ന് എല്ലായിടത്തും എല്ലാ പൊതുമേഖല സ്ഥാപനങ്ങളിലും ബസ്സുകളിലൊക്കെ എഴുതി വെച്ചിട്ടുള്ളതാണ് മുതിർന്ന ആൾക്കാരെ ബഹുമാനിക്കുക എന്നുള്ളത്. അപ്പൊ വയസ്സായ ആൾക്കാരെ എണ്ണീറ്റ് മാറ്റിയിട്ടാണോ ഇവർ ഇരിക്കുന്നത്? അപ്പൊ അവർ ചെയ്തത് തന്നെ ഒരു നിയമലംഘനമല്ലേ? സെലിബ്രിറ്റി ആയിട്ട് വന്നിട്ട്, അല്ലെങ്കിൽ അവർക്ക് അവിടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിലുള്ള ആൾക്കാരെ വിളിച്ച് പറയാ. അവർക്ക് അവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല ഗൈസ്. ഓൾറെഡി പ്ലാറ്റ്ഫോമിൽ ആൾക്കാർ അവർക്ക് ഇരിക്കേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവരുടെ ഇഷ്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും വിരളിയായിട്ടില്ല വീടുകളിൽ കിടന്ന് കളിക്കുന്ന കണക്ക്, ഈ ഗ്രൗണ്ടിലൊക്കെ പോയി കിടന്ന് കളിക്കുന്ന കണക്കാണ് ഇവർ മീഡിയക്കാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഷഫിളായിട്ട് ഇങ്ങനെ മറ്റുള്ള ഗസ്റ്റുകളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ പെരുമാറുന്നത്. ഒരു സ്ഥാപനത്തിന്റെ ഒരു ഫാഷൻ ഷോയിൽ വന്നിട്ട് കാണിക്കുന്ന പ്രഹസനങ്ങളാണ് ഇത്രയും. ഇതിപ്പോ എൻ്റെ അമ്മയെന്നല്ല, ഏതൊരു അമ്മമാരോടും ഇത്തരം ആറ്റിറ്റ്യൂഡുകൾ കാണിക്കാതിരിക്കാൻ ഇവർ ശ്രമിക്കുക. ഇവർ സോഷ്യൽ ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ സെലിബ്രിറ്റികൾ എന്നൊക്കെ പറഞ്ഞ് പൊതുജനങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഇത്തരം ആറ്റിറ്റ്യൂഡുകൾ നന്നായി കീപ്പ് ചെയ്യുക എന്നുള്ളത് ഇവരുടെ മര്യാദയാണ്. അല്ലാതെ മര്യാദ ലംഘനം നടത്തിയിട്ടല്ല ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് ഷൈൻ ചെയ്യേണ്ടത്. ഇതൊക്കെ വളരെ തെറ്റായ കാര്യങ്ങളാണ്. അത് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. സത്യത്തിൽ ആ വീഡിയോയിൽ എന്താണ് നടക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. അതാണ് യഥാർത്ഥ സംഭവം ഇതായിരുന്നു. എൻ്റെ അമ്മയും മറ്റേ ആ ഒരു സ്ത്രീയെയും എണീറ്റ് മാറ്റിയിട്ട് ഇവരവിടെ ഇരിക്കാൻ ശ്രമിച്ചു. ഇവർക്ക് സീറ്റ് വേറെ ഉണ്ടായിരുന്നു. അവിടെ കുറേ നേരം ഇരുന്ന് കുറേയൊക്കെ കോട്ടായങ്ങളും കോഷ്ടികളും ഒക്കെ കാണിച്ച് മീഡിയക്കാരെ പാർത്തിയെടുപ്പിച്ചിട്ട് അവിടുന്ന് സ്റ്റേജിലൊക്കെ കയറി അവാർഡൊക്കെ മേടിച്ച് തിരിച്ചു വന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ വെറുതെ സൗകര്യമായിട്ടിരിക്കുന്ന അമ്മമാരെ എണ്ണിപ്പിച്ചിട്ട് അവിടെ ഇരുന്ന് ഇവരുടെ ഇഷ്ടത്തിന് ഓരോരോ കോട്ടായങ്ങൾ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു ഗൈസ് ചെയ്തത്. അത് സത്യം മറച്ചു വെച്ചിട്ടാണ് ഓരോ ടാഗ് ലൈനൊക്കെ എഴുതി ഈ
മീഡിയക്കാരിടുന്നത്. മനസ്സിലായിട്ട് വീഴാതെ വരുന്ന താരങ്ങൾ ആരാണെന്ന് നോക്കുന്നത്. ഒരിക്കലും ആ ഭാഗത്തേക്ക് സ്റ്റേജിൽ നിന്നിട്ട് വന്നതല്ല, അപ്പുറത്തെ ഭാഗത്തുനിന്ന് വിശാലമായി നല്ല രീതിയിൽ ഇരിപ്പിടത്തു നിന്നും ഇണ്ണീറ്റ് വന്നിട്ടാണ് ഈ വയസ്സായ ആൾക്കാരെ ഇവർ ബുദ്ധിമുട്ടിച്ചത്. പക്ഷെ എൻ്റെ അമ്മ എണ്ണീറ്റ് കൊടുത്തില്ല. എൻ്റെ അമ്മ പറഞ്ഞു നിങ്ങൾ അപ്പുറത്തോട്ട് ഇരിക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഇവർ ചറുപുറുത്തിട്ടാണ് ഇരുന്നത്. അങ്ങനെ ഒരു ഷോയിലും പോയിട്ട് അവരവരെ ഇത്തരം ആറ്റിറ്റ്യൂഡുകൾ കാണിക്കാൻ പാടില്ല, ഒരു ആൾക്കാരും കാണിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ശ്രീലക്ഷ്മിയും ദീപ്തി കല്യാണി നിങ്ങളൊക്കെ കുറച്ച് മൈൻഡ് നല്ല രീതിയിൽ ചിന്തിക്കാൻ നോക്കുക. അല്ലാതെ ഈ മുലയും തോടയും കാണിച്ച് നിൽക്കാതെ സമൂഹത്തിൽ വേണ്ടുന്ന മര്യാദകൾ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കും കേട്ടോ. ഇതാണ് എനിക്ക് അവരോട് പറയാനുള്ള കാര്യങ്ങൾ. ഓക്കെ ഗൈസ്, ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്.